1988 നോം ചോംസ്കി എന്നൊരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് എഡ്വാർഡ് ഹെർമൻ എന്നൊരു എക്കണോമിസ്റ്റും ചേർന്നിട്ട് ഒരു പുസ്തകം എഴുതി. മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫ്രീ പ്രസ്സുള്ള ഒരു ഡെമോക്രസിയിൽ മീഡിയ എങ്ങനെയാണ് അധികാരത്തിൻ്റെ ഒരു ടൂളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ചോംസ്കിയുടെ ആൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 5 ഫിൽറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോംസ്കിയുടെ ബുക്കിനെ നമ്മൾ അക്കാഡമിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമല്ല പോകുന്നത്. നമുക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ഭാഷയിൽ പറയാം. ഇപ്പോൾ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നടക്കുന്ന വേളയിൽ ശരിക്കും നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷീനറീസ് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ആക്ച്വലി ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ചർച്ചാ വിഷയം. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഡക്റ്റാണ്. ന്യൂസ് ട്രൂത്ത് അല്ല, ന്യൂസ് ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റിനെയും പോലെ ആരാണ് ഉണ്ടാക്കുന്നത്, ആരാണ് ഇതിനെ പേ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത്, ഈ 3 കാര്യങ്ങളും ഈ പ്രോഡക്റ്റിനെ ഷേപ്പ് ചെയ്യും. ചോംസ്കി ആക്ച്വലി അതിനെ 5 ലെയറായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ഓണർഷിപ്പാണ്. ആരുടേതാണ് ഈ മീഡിയ കമ്പനി? ഒരു ബില്യനെയറാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പണക്കാരൻ്റെ സ്വഭാവം അതിനകത്തുണ്ടാവും. അല്ല, ഇത് ഗവൺമെൻറ്റിൻ്റേതാണോ? ഓക്കെ, അപ്പോൾ ഭരിക്കുന്നത് ആരാണോ അവരുടെ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനെതിരായിട്ടുള്ള ഒരു സ്റ്റോറിയും ആ മീഡിയ പുറത്തേക്ക് കൊണ്ടുവരില്ല. ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓഫീസിൽ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ബോസിനെതിരാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ നമ്മൾ തയ്യാറാവില്ലല്ലോ. അപ്പോൾ അത്ര സിമ്പിളായിട്ടേ ഉള്ളൂ. കാരണം നമ്മളെ തന്നെ നമ്മളത് ഇല്ലാതാക്കുന്നതിന് തുല്യം. രണ്ടാമത്തേത് അഡ്വർടൈസിങ് ആണ്. മീഡിയയുടെ ആക്ച്വൽ കസ്റ്റമർ, മീഡിയ കാണുന്ന ആൾക്കാർ വിചാരിക്കും അത് നമ്മളാണെന്നുള്ളത്. പക്ഷേ ആക്ച്വലി അഡ്വർടൈസേഴ്സാണ് മീഡിയയുടെ ആക്ച്വൽ കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി പ്രൊഡക്റ്റാണ്. കാരണം നമ്മുടെ അറ്റൻഷനാണ് മീഡിയ അഡ്വർടൈസേഴ്സിന് മുൻപിൽ വിൽക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അഡ്വർടൈസേഴ്സിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു കണ്ടൻറ്റും മീഡിയ ചെയ്യില്ല. അങ്ങനത്തെ വാർത്തകളൊക്കെ എന്താവും, ഓട്ടോമാറ്റിക്കലി മെല്ലെ ഡിസപ്പിയർ ആകും. അതായത് ആ കണ്ടൻറ്റിനെ ബാൻ ചെയ്യുമൊന്നുമല്ല, പക്ഷെ അവർ പ്രയോറിറ്റൈസ് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോറി ചത്തുപോകും. മൂന്നാമത്തേത് സോഴ്സിംഗ് ആണ്. ആരാണ് ഈ വാർത്തയുടെ സോഴ്സ് എന്നുള്ളതുണ്ടാവും. അപ്പോൾ ചില വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു അനോണിമസ് സോഴ്സ് നമുക്ക് കിട്ടിയ വിവരമാണ്, അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ നമുക്ക് ഈ വാർത്ത പുറത്ത് വിടണം എന്നൊക്കെ പറയും. പക്ഷെ അതുപോലും ഒരു പരിധിൻ്റെ അപ്പുറത്തുള്ള കോൺട്രവേഴ്സി ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടു ക്രിട്ടിക്കൽ ആവാൻ പാടില്ല. ആ ടു ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ ആ സിസ്റ്റം, ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന സിസ്റ്റം, അതിനെ അത് തകർക്കും. അപ്പോൾ അതുകൊണ്ട് അതും ശരിക്കും ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. സിസ്റ്റം ഇങ്ങനെ ഒരു കൺട്രോൾഡ് നരേറ്റീവിൻ്റെ അകത്താണ് പ്രവർത്തിക്കുക. നാലാമത്തേതെന്ന് പറയുന്നത് ഫ്ലാക്കാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ചലഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കെതിരെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്യാമ്പയിൻസ് വരാം, ലോ സൂട്ട്സ് വരാം, അല്ലെങ്കിൽ പരസ്യക്കാർ നമ്മളെ വിട്ടുപോകാം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാവാം. അതല്ല, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളുണ്ടല്ലോ, അതുവഴിയുള്ള അറ്റാക്കുകളൊക്കെ വരാം. അപ്പോൾ പലപ്പോഴും ഈ എഡിറ്റർമാരൊക്കെ ഒരു സ്റ്റോറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോറിക്ക് അത്ര വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഈ സ്റ്റോറി നമുക്കെതിരെയുള്ള ഇഷ്യൂസിനെ ഒരുപാട് ഹൈപ്പ് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ സെൽഫ് സെൻസർഷിപ്പ് ചെയ്യും. അതായത് അതിൻ്റെയൊക്കെ ഫ്ലാക്ക് ഭയന്നിട്ട് അവരതിനെ സെൽഫ് സെൻസർഷിപ്പ് ചെയ്യും. ഇത് മറ്റൊരു സംഭവമാണ്. അല്ലെങ്കിൽ നാലാമത്തെ ലെയറാണ്. അഞ്ചാമത്തെ ലെയർ എന്ന് പറയുന്നത് ഐഡിയോളജിയാണ്. ഇപ്പോൾ നോം ചോംസ്കി ഇത് എഴുതിയ കാലത്ത് ലോകം ബൈപ്പോളർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ആൻറ്റി കമ്മ്യൂണിസമാണ് പ്രധാന നറേറ്റീവ്. കോൾഡ് വാർ പീരീഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ വേഴ്സസ് അതർ പീപ്പിൾ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ അവർ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതാണ് അന്നത്തെ ഒരു പ്രധാന തീം എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് അത് തീവ്രവാദികൾക്കെതിരെയുള്ള യുദ്ധം, വാർ ഓൺ ടെറർ, അല്ലെങ്കിൽ ഡെമോക്രസി, ജനാധിപത്യമാണ് ഏറ്റവും ബെസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഒതോറിറ്റേറിയനിസം അപ്പുറത്തുള്ളത്, നമ്മൾ അതിനെ ചെറുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നറേറ്റീവുകളുണ്ട്. അപ്പോൾ ഒരു ഗ്രാൻഡ് നറേറ്റീവ്, അതിൻ്റെ പുറത്ത് ചിന്തിക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി ശരിയല്ല. ഇന്നത്തെ കാലത്ത് നല്ല ബുദ്ധിയുള്ള ഒരാൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അല്ലാത്ത ആൾക്കാരൊക്കെ പൊട്ടന്മാരാണെന്നുള്ള രീതിയിൽ നറേറ്റീവ്സ് കൺട്രോൾ ചെയ്യും. ഈ ഫ്രെയിമാണ് ഇതിൽ ഏറ്റവും പവർഫുൾ. ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ആക്ച്വലി ഏറ്റവും പവർഫുൾ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതാണ് ഇന്നത്തെ ശരി എന്നുള്ള രീതിയിൽ ആളുകളുടെ മനസ്സിനകത്ത് പ്ലാൻ ചെയ്യുന്ന സ്റ്റോറീസ് ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും പവർഫുൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോംസ്കി 1988 പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നും റെലവൻ്റ് ആണ്. പക്ഷേ ഒരു പക്ഷേ ഉണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ചോംസ്കി ഇത് ബിൽഡ് ചെയ്ത കാലത്ത് അന്നത്തെ മീഡിയ നറേറ്റീവ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറുകൾ, TV നെറ്റ്വർക്കുകൾ, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. ഒരു എഡിറ്റർ ഡിസൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ. അതായത് ഫ്രണ്ട് പേജിൽ എന്ത് വരണം, അതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുക. പിന്നത്തെ പേജിൽ എന്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഓരോ ന്യൂസിനെയും പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് അന്നൊരു രീതി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ TV ആണെന്ന് വെക്കുക, ഒരു ആങ്കർ ഡിസൈഡ് ചെയ്യുകയാണ് ഏതാണ് ലീഡ് സ്റ്റോറി, ഏതിനാണ് കൂടുതൽ ഹൈപ്പ്, ഇമോഷൻസ് ഒക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പർ സിസ്റ്റം ഉണ്ടായിരുന്നു. 2026 ആ മോഡൽ പോരാ.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗെയിം കംപ്ലീറ്റ്ലി മാറി. പ്രധാനമായിട്ട് 3 ഷിഫ്റ്റുകൾ ഉണ്ടായി. ഒന്നാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അൽഗോരിതമിക് ക്യൂറേഷനാണ്. ഇന്ന് നമ്മൾ വാർത്ത കാണുന്നത് ഏതെങ്കിലും ഒരു എഡിറ്റർ തീരുമാനിച്ചിട്ടുള്ള വാർത്തകൾ മാത്രമല്ല, ഇന്ന് നമ്മൾ അൽഗോരിതമാണ് നമ്മൾ വാർത്തകൾ കാണിക്കുന്നത്. അപ്പോൾ അൽഗോരിതം BJPൻ്റെ അൽഗോരിതം, കോൺഗ്രസിൻ്റെ അൽഗോരിതം എന്നുള്ളതൊന്നുമല്ല. അൽഗോരിതത്തിന് ആക്ച്വലി പൊളിറ്റിക്കൽ അജണ്ട ഇല്ല. അൽഗോരിതത്തിന് വളരെ ക്ലിയർ ആയിട്ട് ഒരു അജണ്ടയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അറ്റൻഷൻ മാക്സിമം ടൈം സ്ക്രീനിൻ്റെ മുൻപിൽ നിർത്തുക, അഥവാ മാക്സിമൈസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് എൻഗേജ്മെൻറ്റ്? എൻഗേജ്മെൻറ്റ് ശരിക്കും ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടൻറ് എന്താണ്? അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആളുകളിൽ ദേഷ്യം ഉണ്ടാക്കുന്ന, ഔട്ട്റേജ് ക്രിയേറ്റ് ചെയ്യുന്ന, പേടിപ്പെടുത്തുന്ന കണ്ടൻറ്റുകളുണ്ടല്ലോ, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, നമ്മളെ ഇല്ലാണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിഗ്ദാലയെ എക്സൈറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ, ട്രൈബൽ കണ്ടൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ്. അതല്ലാതെ ശരിക്ക് പലപ്പോഴും എനിക്കൊക്കെ തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് വെച്ചാൽ നമ്മളെ ഭാഗത്തും ശരിയുണ്ടാവും, അവരുടെ ഭാഗത്തും ശരിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുവരാമെന്ന് വെക്കാം. അതിന് എൻഗേജ്മെൻറ്റ് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വേണ്ടതല്ല, അവർ നമ്മളെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഫിയർ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. ഇതിന് അൽഗോരിതം നന്നായിട്ട് പുഷ് ചെയ്യും. അപ്പോൾ മിക്കപ്പോഴും നമ്മുടെ മുൻപിലേക്കൊക്കെ വരുന്ന പല വാർത്തകളും ഇത്തരത്തിലുള്ള അൽഗോരിതം പുഷ് ചെയ്യുന്ന കണ്ടന്റുകളാണ്. ഇത് ഡെലിബറേറ്റ് ആയിട്ട് ആരെങ്കിലും പ്രൊപ്പഗാൻഡ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ അൽഗോരിതം വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. ഏറ്റവും കൂടുതൽ ക്ലിക്കുകൾ ലഭിക്കുന്നത് എന്താണോ അത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മുൻപിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ചോംസ്കിയുടെ മോഡലിൽ ഒരു എഡിറ്റർ ഒരു റൂമിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ 2026 ആ എഡിറ്ററിൻ്റെ റോൾ എടുക്കുന്നത് മെഷീൻ ലേണിംഗ് മോഡലുകളാണ്. ഇതിന് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരും കൺട്രോൾ ചെയ്യുന്നില്ല, ഒപ്റ്റിമൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എൻഗേജ്മെൻറ്റിന് വേണ്ടി മാത്രം. അപ്പോൾ ഇത് ചോംസ്കിയുടെ കാലത്ത് അദ്ദേഹം ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിലുള്ള മാനുഫാക്ചറിങ് കൺസെൻറ്റാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന കാര്യമാണ്. ഇത് നമുക്ക് ആക്ച്വലി മലയാളികൾക്ക് പ്രത്യേകിച്ച് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സ്വാധീനം നോക്കിയിട്ടുണ്ടോ? ഇന്ത്യയുടെ തന്നെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ നെറ്റ്വർക്ക് ഒരു പക്ഷേ വാട്സപ്പുകളായിരിക്കും. നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് നോക്കുക. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും, ഓഫീസ് അല്ലെങ്കിൽ അത്തരം ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുണ്ടാവും, നമ്മുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു മെസ്സേജ് വരുന്നു, ഒരു സ്ക്രീൻഷോട്ട് വരുന്നു, ഒരു വോയിസ് നോട്ട് വരുന്നു. ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും അതൊന്നും നമുക്കറിയില്ല. ആരാ ഇത് ക്രിയേറ്റ് ചെയ്തത് അതറിയില്ല. പലപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ ശരിക്കും അക്കൗണ്ടബിലിറ്റി ഒട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ വാട്സപ്പ് എന്നുള്ളത് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ശരിക്കും ഒരു ഫേക്ക് സ്റ്റോറി റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആരാണോ അത് പുറത്ത് വിട്ടിട്ടുള്ളത് അവർക്കെതിരെ ലോസൂട്ട് കൊണ്ടുവരാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ ഒരു ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ എഡിറ്റർ ആരാ, സോഴ്സ് എന്താ, അക്കൗണ്ടബിലിറ്റി എന്താ, അങ്ങനത്തെ ഒരു ചോദ്യമില്ല. അപ്പോൾ പഴയ മീഡിയയേക്കാൾ ഇന്നത്തെ മീഡിയ ആക്ച്വലി വളരെ ഫാസ്റ്റാണ്. ഇന്നത്തെ മീഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ട്രസ്റ്റഡ് ആണ്. കാരണം എന്താ, നമുക്ക് വ്യക്തികളോട് ട്രസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും നമ്മുടെ തന്നെ പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കേശവൻ മാമന്മാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി ഇല്ലേ, അപ്പോൾ എല്ലാ ഫാമിലിയിലും അങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ലോകത്ത് പല ഭാഗത്തു നിന്ന് കിട്ടുന്ന വാർത്തകൾ അയാളുടെ ഒതൻറ്റിസിറ്റിയും ചേർത്തിട്ട് ഗ്രൂപ്പിലേക്ക് പങ്കുവെക്കും. ഇതിനെക്കുറിച്ച് ഇയാളെ അത്ര തന്നെ മനസ്സിലാവാത്ത പല ആൾക്കാർ ആ ഫാമിലി ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കാലത്തിനൊപ്പം ഓടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സാണ്, ആ അങ്കിൾ വളരെ ട്രസ്റ്റഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് മീഡിയയേക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രവണത ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇൻവിസിബിളായിട്ട് ട്രസ്റ്റ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ അതിന് സീറോ അക്കൗണ്ടബിലിറ്റിയാണ്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ലോണ്ടറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കാറ്റഗറി ഉണ്ട്. അതായത് പണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു നരേറ്റീവ് പുഷ് ചെയ്യണമെന്ന് വെക്കുക, അത് മീഡിയയിലൂടെയാണ് പുഷ് ചെയ്യുക. അപ്പോൾ മീഡിയ വിസിബിളാണ്. അപ്പോൾ ഏത് മീഡിയയിലൂടെയാണ് ഇത് ആദ്യം വന്നത് എന്നുള്ളത് അത് ട്രേസിബിളാണ്. അപ്പോൾ ഗവൺമെൻറ് ഇന്ന നരേറ്റീവ് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏത് ഗവൺമെൻറ്റും ഇലക്ഷൻ അടുപ്പിക്കുന്ന സമയത്ത് മീഡിയകളിലൊക്കെ ഒരുപാട് പരസ്യം കൊടുക്കില്ല, അതൊരു നരേറ്റീവ് സെറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുക, ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട ഒരു ടോക്കിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വെക്കാം. ഇന്നത്തെ കാലത്ത് പുതിയ കൈൻഡ് ഓഫ് ന്യൂസ് റീഡേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, പോഡ്കാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവരെ മുൻപിലേക്ക് ഇത് എത്തുന്ന സമയത്ത് ശരിക്കും അമേരിക്കൻ ഇലക്ഷനിൽ നന്നായിട്ട് ഈ പറഞ്ഞ കാറ്റഗറി വോട്ടർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലും ഇത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഇലക്ഷൻസിലും നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഫ്ലുവൻസറും അവരുടേതായിട്ട്
ആയിട്ടുള്ള ടേക്കായിട്ട് പല കാര്യങ്ങളെയും പ്രസൻറ്റ് ചെയ്യുന്നു. ക്യാമറ നോക്കിയിട്ട് കാഷ്വലായിട്ട് അവർ പറയുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് പഠിച്ചല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനങ്ങോട്ട് കയറിയിട്ട് ട്രസ്റ്റ് ചെയ്യും. കാരണം കാലങ്ങൾ എടുത്തിട്ടായിരിക്കും മിക്ക ഇൻഫ്ലുവൻസേഴ്സും ആ ട്രസ്റ്റ് പബ്ലിക്കലി ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. കാരണം റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ നമുക്കൊരു ഒതൻറ്റിക് ഫീലാണ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ വാക്കുകൾ പലപ്പോഴും നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നറേറ്റീവാണ് ഈ ചങ്ങാതി ആക്ച്വലി നമുക്കിടയിലേക്ക് പുഷ് ചെയ്യുന്നതെന്ന് വെക്കാം. ഇതിനെയാണ് ലോണ്ടറിങ് എന്ന് പറയാം. എന്നുവെച്ചാൽ ഡേർട്ടി ഇൻഫോർമേഷനെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫേസിലൂടെ ആളുകളുടെ മുൻപിലേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഈ മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നുള്ള ആശയം ചോംസ്കി ബുക്ക് എഴുതിയ കാലത്ത് നിന്ന് ഒരുപാട് മാറിയിട്ട് ഒരു പുതിയ രീതിയിലാണ് ഇന്ന് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതായത് അന്നത്തെ കാലത്ത് അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇന്ന് ഇത് എഡിറ്റർ ഡ്രിവൺ അല്ല, അൽഗോരിതം ഡ്രിവൺ ആണ്. മാത്രമല്ല ഇത് മെയിൻ സ്ട്രീം മീഡിയ മാത്രമല്ല, പീപ്പിൾ ലൈക്ക് അസ്, നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രൊപ്പഗാൻഡ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളതാണ്. ഇതൊക്കെ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് എങ്ങനെയാണ് ഈ നരേറ്റീവ്സ് പ്ലേ ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതും നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കണ്ടൻറ്റുകളിൽ എത്രമാത്രം നമ്മുടെ കൺസെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതൊരു ഭാഗത്തു നിന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല, പക്ഷേ ബാലൻസിങ്ങിന് എൻഗേജ്മെൻറ്റ് കുറവാന്ന് പറഞ്ഞ പോലെ ആളുകൾ ഇതെങ്ങനെ പ്ലേ ഔട്ട് ആകുന്നു എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ നരേറ്റീവ് എങ്ങനെ ബിൽഡായി എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം അമേരിക്കൻ സൈഡ് എങ്ങനെയാണ് അവരുടെ സ്റ്റോറി പ്ലാൻ ചെയ്തത് നോക്കാം. അമേരിക്കയുടെ സ്വന്തം ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ തന്നെ അസസ്മെൻറ്റ് പറയുന്നത് ഇറാൻ്റെ ഈ ലോങ് റേഞ്ച് മിസൈൽ കപ്പാസിറ്റി ശരിക്കും 2035 മുൻപ് ഓപ്പറേഷണൽ ആകില്ല എന്നാണ്. ഇതൊരു ക്ലാസിഫൈഡ് അസസ്മെൻ്റ് ഒന്നുമല്ല, ഇത് പബ്ലിഷ്ഡ് റിപ്പോർട്ടാണ്. പോളിസി എക്സ്പേർട്ടുകൾ കുറേ കാലം ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2035 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മിനിമം ഏകദേശം ഒരു 10 വർഷമെങ്കിലും ദൂരമുണ്ട്. പക്ഷേ ഈ ഇൻഫർമേഷന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബറി ചെയ്യപ്പെട്ടു. അതായത് ഇത് സെൻസർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുകയൊന്നുമല്ല, ഇതിനെ പറ്റിയൊന്നും കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഹെഡ്ലൈനായിട്ട് മാറിയില്ല. അപ്പോൾ നേരത്തെ ചോംസ്കിയുടെ ഈ സോഴ്സിങ് ഫിൽറ്റർ എന്ന് പറയുന്ന സമയത്ത് ഗവൺമെൻറ് എന്താണോ നരേറ്റീവ് പുഷ് ചെയ്യുന്നത് അതിന് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ടെക്നിക്കലി അവൈലബിൾ ആണെങ്കിൽ പോലും മീഡിയ അതിനെ കാര്യമായിട്ട് ഏറ്റെടുക്കില്ല. കാരണം അവർക്ക് ഗവൺമെൻറ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറിക്ക് എവിടെയും ഹുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. പകരം കാര്യം വെച്ചാൽ ഇറാൻ ഇന്നോ നാളെയോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറിക്ക് ഇന്ന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻസ് എവിടെയാണ്? ഇറാൻ ഈസ് ഡേഞ്ചറസ്, അതിന് നല്ല ഹുക്കുണ്ട്. അല്ലാതെ ഇറാൻ ഈസ് നോട്ട് ഡേഞ്ചറസ് അണ്ടിൽ 2035 എന്ന് പറയുന്നതിന് ഹുക്കില്ല. അത് ബോറിംഗ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അതിന് എൻഗേജ്മെൻറ്റ് കുറയും. നേരെ മറിച്ച് ഒരു ഇമ്മിനൻറ്റ് ത്രെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യരെല്ലാവരും അലേർട്ടാവും. അപ്പോൾ ശരിക്കും അത് വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊരു നല്ല പാരലല്ലേ നമുക്ക് ഇറാഖ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നോക്കാം. സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത് ക്ലെയിം. ഇതിനൊരുപാട് എവിഡൻസുകൾ, ഫേക്ക് എവിഡൻസുകളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കി. എന്നിട്ട് അമേരിക്ക ഇറാഖിൽ കയറിയിട്ട് കാര്യമായിട്ട് തെരഞ്ഞു, ട്രില്യൺസ് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായി? ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്നുള്ളതല്ലാതെ ആ റീജിയൻ കംപ്ലീറ്റ്ലി ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ട് മാറി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശരിക്കും അമേരിക്ക കയറിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരൊരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ട് അവിടെ കയറി ഇത് ഇമ്മിനൻറ്റ് ത്രെട്ടാണ്, ന്യൂക്ലിയർ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്നത് പോലും ശരിക്കും നമ്മൾ ആ സ്റ്റോറിയുടെ സെയിം റെപ്പറ്റേഷൻ അല്ലേ, അതേ പാറ്റേൺ അല്ലേ എന്നുള്ള ഒരു കാര്യം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് അനലിസ്റ്റുകൾ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം കോൺവെർസേഷനിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് അല്ല, ഇത് ഇറാഖിൻ്റെ കാര്യം പോലെയൊന്നുമല്ല, ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്. കാരണം ഇറാനെ കുറിച്ച് ആൾക്കാർക്ക് അങ്ങനെ കുറേ സസ്പീഷ്യസ് ആയിട്ടുള്ള എലമെൻറ്റുകളുണ്ട്. കാരണം ഇറാൻ്റെ ഒരു കുറച്ചും കൂടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ബോൾഡ് ആയിട്ടുള്ള ഡിക്ലറേഷൻസും മറ്റും വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി മറ്റൊരാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ത്രെറ്റ് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ഇവൻ നെതന്യാഹുവിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നോക്കാം. അദ്ദേഹം ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നത് എന്താണ്? പീസ് ആൻഡ് ഡെമോക്രസി കൊണ്ടുവരും എന്നുള്ളത്. ഇതിന് ചരിത്രപരമായിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇതുപോലെ പീസും ഡെമോക്രസിയൊക്കെ കൊണ്ടുവരാൻ പോയിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇറങ്ങിപ്പോയ ഉടനെ അമേരിക്ക ആരെയാണോ റീപ്ലേസ് ചെയ്തത് അതേ ടീം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചു വന്നു. ലിബിയയിൽ ഇന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. ഇറാഖ് ഇന്ന് അപ്രസക്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം നരേറ്റീവുകൾ വെച്ചിട്ട് അമേരിക്ക ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അതിനൊരു ഡിഫറെൻ്റ് ഔട്ട്കം
പിന്നീട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപ് ഈ വിഷയങ്ങളൊക്കെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നോക്കുക. മുൻപ് ഈ ട്രംപിൻ്റെ ഡേഞ്ചറിനെ കുറിച്ച് ട്രംപ് സെക്കൻഡ് ടേം കയറുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ്, ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ചെയ്യുക. വലിയ ലോങ് പോസ്റ്റുകളൊന്നും മൂപ്പര് ചെയ്യില്ല. ബോൾഡൊക്കെ ആക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഹിസ്റ്റോറിക് വിക്ടറി, ഇറാൻ വിൽ നെവർ ത്രട്ടൺ അസ് അഗെയിൻ എന്നൊക്കെയുള്ള രീതിയിൽ ഫുൾ ക്യാപ്സിലാണ് കാര്യങ്ങളൊക്കെ എഴുതുക. പുള്ളി ഇത് ഒബാമയൊന്നും ചെയ്തിരുന്ന പോലെ വളരെ സ്റ്റാൻഡേർഡായിട്ട് അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പക്ക സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടുന്ന അൽഗോരിതം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ് ചെയ്യുക. ഷെയർ ചെയ്യാൻ ഈസി, സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഉണ്ടാവും, പിന്നെ ഈ സംഭവം ഉണ്ടാവും. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് ആളുകളുടെ ഈ അമിഗ്ദാലെ ഹിറ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ് അദ്ദേഹം ചെയ്യുക. ഒരു മിനിറ്റിനകത്ത് ലോകത്ത് പല 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 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇതെത്തുന്ന അത്രയും ഫാസ്റ്റായിട്ട് ആ സ്റ്റോറി സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ശരിക്ക് ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നതല്ല, ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സെൽഫ് വെപ്പണായിട്ട് മാറുന്ന ഒരു കാലത്ത് ട്രംപ് അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി ഇതിനൊരു മറുപുറമുണ്ടല്ലോ, അതായത് ഇറാൻ്റെ സൈഡ്. ഇപ്പോൾ ശരിക്കും ഈ യുദ്ധത്തിൻ്റെ ആദ്യ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷനിൽ വന്ന സമയത്ത് ആങ്കർ കരയുന്നു, ബ്ലാക്ക് സ്ക്രീന്, അല്ലെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള മ്യൂസിക്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലാപം അർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇൻക്ലാബ് സ്ക്വയറിൽ തടിച്ചു കൂടിയത് എന്നുള്ളൊക്കെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ യഥാർത്ഥത്തിൽ ശരിക്കും അവർക്ക് സങ്കടം ഉണ്ടാവും, യഥാർത്ഥത്തിൽ അവർക്ക് ഇമോഷനൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ടെലിവൈസ് ചെയ്യുന്ന രീതിയിൽ ശരിക്കും ആ ഇമോഷൻസ് അതിലേക്ക് പിച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് വെറും ഒരു ന്യൂസായിട്ട് മാത്രമല്ല കേൾക്കുന്നത്. നമുക്ക് ഒരു സ്റ്റേറ്റ് മീഡിയ അതിൻ്റെ ക്യാമറ ആംഗിളുകളും അതിൻ്റെ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു രക്തസാക്ഷി പിറക്കുകയാണ്. അങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെടുന്ന സമയത്ത് അത് ആ രാജ്യത്തിൽ അദ്ദേഹത്തോട് വിരുദ്ധാഭിപ്രായമുള്ള ആൾക്കാർ പോലും ഒരു യുണൈറ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറും. അവർ നമ്മളെ അറ്റാക്ക് ചെയ്തു, നമുക്ക് തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അത് തീർത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ അറ്റാക്ക്ഡ് അസ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു കൺസെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയുണ്ട്. ഒരു ഡിഫറെൻറ്റ് സൈഡാണ്. അമേരിക്കൻ നരേറ്റീവ് അമേരിക്ക ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നു, ഇപ്പോഴത്തെ ഒരു നരേറ്റീവ് ഇറാൻ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഒരു അൺകംഫർട്ടബിൾ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഇതിൽ സൈഡ്സ് പിക്ക് ചെയ്യാനാണ് നോക്കുക. ഇപ്പോൾ അമേരിക്ക ബാഡാണ്, ഇറാനാണ് വിക്ടിം എന്ന് പറയും, അല്ലെങ്കിൽ ഇറാൻ ബാഡാണ്, അമേരിക്ക ജസ്റ്റിഫൈഡ് ആണെന്ന് പറയും. സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് കൂട്ടരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ രീതിയിലേക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നു, ഹാഷ്ടാഗ് ഇടുന്നു, ഇങ്ങനത്തെ രീതിയിലൊക്കെ കണ്ടന്റ് ക്രിയേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും അത് റിലീജിയസ് ബയാസ് വരെ അതിലേക്ക് കടന്നു കൂടുന്നത്, അത് എതിർക്കാനും അതിലേക്ക് അടുക്കാനും ഒക്കെ ഇതേ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. രണ്ട് സൈഡ്സും സ്റ്റോറി അവരുടേതായിട്ടുള്ള രീതിയിൽ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ഒരു വശം മാത്രം കണ്ടിട്ട് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആരും ഫുൾ ട്രൂത്ത് പറയുന്നില്ല. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ നമ്മളിത് വലിയ രീതിയിൽ ഒരു വിശ്വാസ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പീരീഡാണ്. എന്താണെന്ന് വെച്ചാൽ എന്തിനെ വിശ്വസിക്കണം, ആരുടെ നരേറ്റീവാണ് യഥാർത്ഥം, അമേരിക്കൻ നരേറ്റീവാണോ ഇറാൻ നരേറ്റീവാണോ, നമ്മുടെയൊക്കെ ഫോണിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഒക്കെ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കാണുന്ന പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളാണെന്നുണ്ടെങ്കിലും ഇന്ന് തമാശ രൂപത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറയുണ്ടായി, വാർത്താ ചാനലുകളൊക്കെ സോഷ്യൽ മീഡിയ എന്നാണോ കണ്ടൻറ്റ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാർത്തകൾ വരെ അവർ പുഷ് ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കരുതുന്നുണ്ട് എന്നുള്ളത്. ഇനി അതല്ല, അതിന് വേറെ രീതിയിൽ പറയാറുണ്ടല്ലോ, അതായത് നമുക്ക് നേരിട്ട് റിപ്പോർട്ടർമാരൊന്നും ഗ്രൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും വെസ്റ്റേൺ മീഡിയകളുടെ ന്യൂസ് എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടെ നാട്ടിലെ ന്യൂസ് മീഡിയകളും ചെയ്യാറുള്ളത് എന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അവസ്ഥയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഏത് വെസ്റ്റേൺ മീഡിയയുടേതാണോ അവർ പിക്ക് ചെയ്യുന്നത് ആ നരേറ്റീവുകൾ പോലും നമ്മുടെ നാട്ടിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കൽപ്പിച്ചുട്ടി ചെയ്യുന്നൊന്നുമല്ല, ഇത് ആക്ച്വലി അങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. ഇനി ഇതിനേക്കാളേറെയൊക്കെ ഞാൻ ഏറ്റവും പ്രശ്നമാണ് എന്ന് കരുതുന്ന ഒരു ഏരിയ നേരത്തെ പറഞ്ഞ വാട്സപ്പ് വഴിയുള്ള കമ്മ്യൂണിക്കേഷനുകളാണ്. മിക്ക ആൾക്കാരും 2-3 തലക്കെട്ടുകൾ വായിച്ച് അതിൻ്റെ ബലത്തിൽ അവരുടെ സ്വന്തം അഭിപ്രായം കൂടെ അതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർത്തിട്ട് സ്വന്തമായിട്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിട്ടൊക്കെ മാറും. എന്നിട്ട് അമേരിക്ക 3 ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ അടിച്ചങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തം ഇസ്രായേലിന് അടുത്ത ദിവസം ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല നരേറ്റീവുകൾ നമുക്കിടയിൽ ഇങ്ങനെ പങ്കുവെക്കപ്പെടും. മിക്കപ്പോഴും ഈ വാട്സപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ബ്രോ എന്നുള്ള ടൈപ്പ് ആയിരിക്കും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലുണ്ടെന്ന് വെക്കാം, ആ ഗ്രൂപ്പിൽ ഏറ്റവും നന്നായിട്ട് തർക്കിക്കാൻ അറിയുന്ന ആളാരാണോ അയാളുടെ ഒതൻറ്റിക് ആയിട്ടുള്ള വോയിസ് നോട്ടുകളും മറ്റൊക്കെ വരുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ പാസീവായിട്ടിരിക്കുന്ന പല ആൾക്കാരും ഓക്കെ ഇതായിരിക്കാം ശരി, മുപ്പിൽ പഠിച്ചിട്ടായിരിക്കും പറയുന്നത് എന്നുള്ളതായിരിക്കും. മിക്കപ്പോഴും നമ്മുടെയൊക്കെ അറിവിൻ്റെ പരിധിയെക്കുറിച്ച് നമുക്കൊരു ബോധവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതേ കാര്യം യൂട്യൂബിലേക്കും മറ്റുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ
സിറ്റുവേഷനിൽ World War III ഈസ് ഇമ്മിനൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അൺകൺഫേം ആക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഈ ഒരു വിഷയം ഉണ്ടായ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ടിട്ട് തന്നെ ആൾക്കാർ World War III ഈസ് ഹിയർ, നിങ്ങൾ ഒന്നും ചിലവാക്കാണ്ട് ഇങ്ങനെ നോക്കിയിരുന്നോളി, കാരണം എന്താ വെച്ചാൽ ഇനി എങ്ങോട്ട് അത് പോകാമെന്ന് പിടിക്കാൻ കിട്ടില്ല എന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കാം. പാനിക്ക് നല്ലതാണല്ലോ. നമ്മൾ പണ്ട് കാലം മുതൽക്കേ ഈ ബ്രെയിനിലുള്ള അമിഗ്ദാല ആ റീജിയൻ്റെ ഫംഗ്ഷൻ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രെട്ട് പെർസീവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പണ്ടത്തെ കാലത്ത് നമ്മൾ മനുഷ്യൻ കാട്ടിലൊക്കെ വേട്ടയാടിയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴും നമുക്കൊരു ഡേഞ്ചർ ഉണ്ടായിരുന്നു. അത് വന്യമൃഗങ്ങളാവാം, മറ്റുള്ള പ്രശ്നങ്ങളാവാം, മറ്റ് ട്രൈബ്സ് എന്നുള്ള ആൾക്കാരുടെ അറ്റാക്ക് ആവാം. അപ്പോൾ എപ്പോഴും നമ്മൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുക ഈ ത്രെട്ട് കേൾക്കുമ്പോഴാണ്. അപ്പോൾ World War III എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ 2 വേൾഡ് വാറുകളുടെ കഥ പഠിച്ചതുകൊണ്ട് തന്നെ ഓക്കെ മൂന്നാമത്തെ വേൾഡ് വാറിന് ശേഷം ലോകത്ത് ആരും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള പെർസെപ്ഷനൊക്കെ നമുക്കിടയിൽ നന്നായിട്ട് സെല്ല് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പെട്ടെന്ന് അലേർട്ടാകും, നമ്മൾ അത്തരം ന്യൂസുകൾക്ക് കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ഇത്തരം നരേറ്റീവുകൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭയത്തെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഈ യൂട്യൂബിലും മറ്റുമൊക്കെ വളരെ ഒതൻറ്റിക് എന്നുള്ള രീതിയിൽ ചില സമയത്തൊക്കെയും നമുക്ക് ആവശ്യമുള്ള എൻഗേജ്മെൻറ്റ് ലഭിക്കാവുന്ന കണ്ടൻറ്റുകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ആൾക്കാർ വാർത്തകൾ ചെയ്യുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, അക്കൗണ്ടബിലിറ്റിയുടെ വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് ചോംസ്കിയുടെ കാലവും നമ്മുടെ കാലവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കേട്ടോ. എന്താ വെച്ചാൽ ടോപ്പ് ഡൗൺ അല്ല, പകരം ഡീസെൻട്രലൈസ് ആയിട്ട് പല വാർത്തകളും പങ്കുവെക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർട്ട് മേ ബി ഇൻസ്റ്റഗ്രാമുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇല്യൂഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതെന്താ വെച്ചാൽ ആക്ച്വലി നമ്മളൊന്നും മനസ്സിലാക്കുന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന എവിടെ നിന്നാണ്? 30 സെക്കൻഡുള്ള റീലുകളിൽ ഏതെങ്കിലും ഒരു നറേറ്റീവ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇമേജ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് AI വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. എത്രയോ കണ്ടൻറ്റുകൾ നമ്മുടെ മുൻപിൽ ഇറാൻ അറ്റാക്ക് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്കൊന്ന് ഓരോ ഫാക്ഷൻ പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ പല വൈവാഹിക ബന്ധങ്ങളും ഏറ്റവും കൂടുതൽ അവർക്കിടയിൽ വിടവുണ്ടാക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണെന്ന് പറയും. ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യ കാണുന്നത് മുഴുവൻ അവരുടെ എന്താണോ സ്റ്റാൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളായിരിക്കും, ഭർത്താവ് കാണുന്നത് ഭർത്താവിൻ്റേതായിരിക്കും. ഓട്ടോമാറ്റിക്കലി 2 പേരും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം വഴി ഉണ്ടാവുന്നെന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ എടുത്തു നോക്കി. ഇറാൻ അനുകൂലിക്കുന്ന ആൾക്കാർ കാണുന്ന ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഉണ്ടാവും, അവരത് തന്നെയായിരിക്കും കാണുക. എന്താ വെച്ചാൽ അതാണ് അവരിൽ എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവർ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്യാനോ കാണാനോ ചാൻസ് ഉള്ളത് അത്തരം കണ്ടൻറ്റുകളാണ്. അപ്പോൾ ഈ അറ്റൻഷൻ ഇക്കോണമി നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അത്തരം കണ്ടൻറ്റുകൾ മാത്രം അവരുടെ മുൻപിലേക്ക് പുഷ് ചെയ്യും. അവരെന്താ വിചാരിക്കുക, ലോകത്തെല്ലാവരും ഇതന്നെയാണ് കാണുന്നത്, അപ്പോൾ ഈ നറേറ്റീവാണ് സത്യം എന്ന് പറയുന്ന ഇല്യൂഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാവുകയാണ്. ട്രൂലി ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് എന്നുള്ള ഒരു ഫീൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതേ സംഭവം അപ്പുറത്തുള്ള ആൾക്കാർക്കുണ്ട്, അവരും ഇതേ രീതിയിൽ കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്കിടയിൽ പിന്നീട് കമൻറ്റ് യുദ്ധവും മറ്റുമൊക്കെ നടക്കുന്നതാണ് ഇടയ്ക്കെങ്കിലും ഈ കോമൺ സ്പേസുകൾ വരുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിനോമിനൻ എന്ന് പറയുന്നത് നറേറ്റീവ് ലോണ്ടറിങ് എന്നുള്ളൊരു ആശയമാണ്. അത് അമേരിക്ക ആയാലും ഇറാൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ടോക്കിംഗ് പോയിന്റ് മീഡിയയിൽ അപ്പിയർ ചെയ്യുന്ന പോയിന്റ് തൊട്ടിട്ട് അതിനൊരു കണ്ടന്റ് ക്രിയേറ്റർ പിക്ക് ചെയ്യുന്നു. ആ കണ്ടന്റ് ക്രിയേറ്റർ ശരിക്കും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മിക്കപ്പോഴും ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ബൈറ്റ് മാത്രം എടുത്തിട്ട് അത് വാട്സപ്പ് ഫോർവേഡുകളായിട്ട് മാറുന്നു. വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുന്നത് ഒരു പക്ഷേ നമുക്ക് നല്ല വിശ്വാസമുള്ള ഏതെങ്കിലും കേശവൻ അങ്കിളാവാം. മിക്കപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മൂപ്പരുടെ 2 പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ലൈക്ക് അങ്ങനെ ചില ആൾക്കാരൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലെ ചായപ്പീടിയിൽ വരെ അമേരിക്കയുടെ ഫോറിൻ പോളിസി ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നു. ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ നാട്ടിൻപുറത്ത് ഇരുന്നിട്ട് ചർച്ച ചെയ്യുക. എന്താ വെച്ചാൽ നമ്മളെ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ വെരി ലിമിറ്റഡ് ആണ്. മിക്കപ്പോഴും ഇതുപോലെയുള്ള വാട്സപ്പ് ഫോർവേഡുകളാണ് നമ്മുടെ സോഴ്സ്. അതല്ലാതെ ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിന്നൊന്നും പോയിട്ട് അവിടെ റിപ്പോർട്ട് തോന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഴ്സിൻ്റെ ലിങ്ക് ഓഫ് ദ ലിങ്ക് എടുത്തിട്ടാണ് നമ്മൾ വാർത്തകൾ മിക്കപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ആക്ച്വലി ഒറിജിനൽ സോഴ്സ് എന്താണോ അത് കൂടുതൽ ഇൻവിസിബിൾ ആവുന്നുണ്ട്. അതാണ് ഈ ചരിത്രത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഏത് ചരിത്രമാണെന്നുണ്ടെങ്കിലും റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ അത് അന്ന് ആരാണോ ആ ചരിത്രത്തെ റിപ്പോർട്ട് ചെയ്തത് അയാളുടെ ബയാസുകൾ അതിൽ കടന്നു കൂടിയിട്ടുണ്ടാവാം. അയാളുടെ അടുത്ത് നിന്ന് കേട്ട ആളുടെ അടുത്തേക്ക് പിന്നീട് ഓരോ കാലത്തേക്കും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒറിജിനൽ സോഴ്സിൽ നിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് യാഥാർത്ഥ്യം എന്താണോ അതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അങ്കിളിനെയോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള വ്യക്തിയോ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചങ്ങാതി പറയുന്നത് എന്താണോ അത് നമ്മൾ വിശ്വസിക്കും. അതാണ് നറേറ്റീവ് ലോണ്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ മണി ലോണ്ടറിങ്ങിൽ ഡേർട്ടി മണി ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയും വാർത്തകളെ പല ലെയറുകളിലൂടെ കടത്തി വിട്ടിട്ട് ലെജിറ്റിമേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നറേറ്റീവ് ലോണ്ടറിങ് എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ ഏതെങ്കിലും സ്റ്റേറ്റുകളുടെ പ്രൊപ്പഗാൻഡ ആവാം, ഇനി അതല്ല ഏതെങ്കിലും വ്യക്തികൾക്ക് അത്യാവശ്യം
അത്യാവശ്യം കപ്പാസിറ്റിയും മറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് അയാളെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് പോലും ഇതുപോലെ ലോണ്ടറി ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ മുൻപൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലോകം സത്യാനന്തര ലോകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തൊരു ലോകം എന്നുള്ളത്. അപ്പോൾ അന്ന് സൊല്യൂഷനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വാർത്ത കാണുകയാണെന്നുണ്ടെങ്കിലും ടേക്ക് എ മൊമെൻറ്റ്, അത് വെരിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് AI വെച്ച് കൂടെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്ത് യുദ്ധത്തിൻ്റെ നരേറ്റീവുകൾ ഓരോരുത്തരും അവരവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഇനി ഏറ്റവും കൂടുതൽ മീഡിയകൾക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഷെയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവരത് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിലെ ചാനലുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള പുറത്തുനിന്നുള്ള ചാനലുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എൻഗേജ്മെൻറ്റ് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരമാവധി സെൻസേഷണലൈസ് ചെയ്തിട്ട് വാർത്തകൾ പുറത്തിടുന്നൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഗൾഫ് റീജിയൻസിലുള്ള വാർത്തകളൊക്കെ അവർ പങ്കുവെക്കുന്ന സമയത്ത് ടൂ മച്ച് അതിനെ സെൻസേഷണലൈസ് ചെയ്തിട്ട് അവിടെയുള്ള ആളുകൾ അതിനെതിരിൽ ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ല, നിങ്ങൾ കാണിക്കുന്ന പോലെയുള്ള യുദ്ധമൊക്കെ ന്യൂസിനകത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ അത്ര പ്രശ്നമില്ല എന്നൊക്കെ തിരിച്ച് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഈ വാർത്തകളെ ഇത്തരത്തിലേക്ക് രൂപമാറ്റം ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും അയാൾക്ക് എൻഗേജ്മെൻറ്റ് ഫാം ചെയ്യണം. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് വാർ 3 നാളെ സംഭവിക്കണം, അല്ലെങ്കിൽ ആ കണ്ടന്റിനാണ് കൂടുതൽ റീച്ച് ഉള്ളത്, അതാണ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ, യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇത് ഫസ്റ്റ് കാഷ്വാലിറ്റി ഓഫ് വാർ ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടുണ്ട്. അത് ക്ലീശയാണ്, പക്ഷെ അത് നമ്മൾ 2026 ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2026 ഒരു യുദ്ധത്തിൻ്റെ പ്രധാന കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ട്രൂത്ത് മാത്രമല്ല, നമ്മളുടെ എബിലിറ്റി ടു തിങ്ക് ക്ലിയർലി ആണ് ആക്ച്വലി ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആരും സമയം എടുത്തിട്ടൊന്നും വെരിഫൈ ചെയ്യാൻ റെഡിയല്ല. നമുക്ക് നമ്മളുടെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷൻസ് കണ്ണുമടച്ച് വിശ്വസിച്ചിട്ട് അതിൻ്റെ മുകളിൽ പെർസെപ്ഷൻ ബിൽഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുക. അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം എടുത്താൽ പോലും ഒരു റോങ് നറേറ്റീവിൽ വിശ്വസിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. മിക്കപ്പോഴും നമ്മുടെ നാട്ടിലെ മീഡിയാസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അത്യാവശ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിക്കുക. ഈ വായിക്കുന്ന മാധ്യമങ്ങൾ വെസ്റ്റേൺ ആണോ മറ്റുള്ളതാണോ നോക്കിയിട്ട് അവരുടെ അജണ്ടകൾ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പുവരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ന്യൂസുകൾ ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് എല്ലാവരും കോമൺ ആയിട്ട് എന്തെങ്കിലും ത്രെഡ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സത്യം ഉണ്ടാവും. എല്ലാവരും കോമൺ ആയിട്ട് പല കാര്യങ്ങളിലും വ്യത്യസ്തതയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പുകളിൽ സത്യം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. സത്യാനന്തര കാലം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും കൂടാൻ തന്നെ പോകുന്നുള്ളൂ. ആളുകൾ എൻഗേജ്മെൻറ്റ് ഫാമിംഗ് ഇനിയുള്ള കാലത്തും ചെയ്യും. സത്യം അറിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ യുവർ എബിലിറ്റി ടു തിങ്ക് ക്ലിയർലി ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നോം ചോംസ്കിയുടെ മാനുഫാക്ചറിങ് കൺസെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലത്തിൽ ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ മനസ്സിലാക്കി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഏക പോംവഴി.